നമുക്കവനെ ഒരിക്കലും കിട്ടില്ലായിരുന്നു. പക്ഷെ അവനോട് ഫൈറ്റ് ചെയ്ത് ഏട്ടനല്ലേ അവനെ പിടിച്ചത്. എങ്ങനെയായിരുന്നാലും അഖിലിനെ നമുക്ക് വീട്ടിലേക്ക് തിരികെ കൊണ്ടുവരാൻ പറ്റിയില്ലേ? അതുപോട്ടെ, ഇനി ഒരു പക്ഷെ അവൻ പറഞ്ഞത് ശരിയായിരിക്കോ? അഖിലിനോട് പ്രതികാരം ചെയ്യാൻ വേണ്ടി മനഃപൂർവ്വം ഉണ്ണിയെ അപായപ്പെടുത്തി അഖിലിനെ ജയിലിലാക്കിയതായിരിക്കോ? അപ്പോ അവൻ കള്ളം പറഞ്ഞെന്നാണോ പറയുന്നത്? അവന്റെ പിന്നിൽ ആരോ നിന്നുകൊണ്ട് ഇതൊക്കെ അവനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതായിരിക്കും ഏട്ടാ. അങ്ങനെയെങ്കിൽ അവരാരാ? അഖില് റിലീസായ കാര്യം അറിഞ്ഞ് മാഡത്തിന് ദേഷ്യം വന്നിരിക്കുന്നു. എനിക്കിതൊക്കെ അനുഭവിച്ച് ശീലമായിപ്പോയി. പാവം, മാഡത്തിന് ഇതൊക്കെ പുതിയ അനുഭവമല്ലേ, അതാ താങ്ങാൻ പറ്റാത്തത്. എന്താ ആലോചിക്കുന്ന മാഡം? ആ അഖിൽ ഇത്രയും എളുപ്പത്തിൽ ഇത്രയും ഈസിയായി എങ്ങനെയാ പുറത്തേക്ക് വന്നേ? നമ്മുടെ ആളെ പിടികൂടിയപ്പോ അഖില് രക്ഷപ്പെട്ടു. അത് തന്നെ എനിക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മുടെ ആളെ അവരെങ്ങനെയാ കണ്ടുപിടിച്ചത്? ഞാൻ മാഡത്തിനോട് മുൻപ് പറഞ്ഞതല്ലേ, അഭിയേട്ടനും വസുവേട്ടത്തിയും സാധാരണ ആൾക്കാരല്ലെന്ന്. അവര് വിചാരിച്ചു കഴിഞ്ഞാൽ എന്ത് വേണമെങ്കിലും നടക്കും. ഇങ്ങനെ നടക്കുന്ന എക്സ്പെക്ട് ചെയ്തില്ല. അഖിലിനെ സംശയിച്ച് ജയിലിലേക്ക് അയക്കുമെന്ന് വിചാരിച്ചു. ചേട്ട അനുജന്മാരുടെ ഇടയിൽ വഴക്കുണ്ടായി ആ ഫാമിലി തകർന്നു പോകുമെന്ന് വിചാരിച്ചു. എല്ലാം തല കീഴായി മറിഞ്ഞു. മനസ്സിന് നല്ല വിഷമമുണ്ട്. അവരുടെ അടുത്ത് നിന്നും എത്രയോ തിരിച്ചടികൾ ഞാൻ കണ്ടിട്ടുണ്ട് മാഡം. നമ്മൾ സ്വപ്നം കാണാത്ത ട്വിസ്റ്റുകളാ അവര് തരുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയേ പറ്റൂ. അതാണ് ഞാൻ ആലോചിക്കുന്നത്. അവർക്കും എക്സ്പെക്ട് ചെയ്യാൻ പറ്റാത്തൊരു ട്വിസ്റ്റ് നമ്മൾ കൊടുക്കണം. എത്രയും വേഗത്തിൽ നമ്മൾ അവരെ അറ്റാക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോ അവരെക്കാൾ ബുദ്ധിപൂർവമായി നമ്മൾ പെരുമാറാൻ നോക്കണം മാഡം. അവര് പ്രതീക്ഷിക്കാത്ത രീതിയിൽ വേണം തിരിച്ചടി നമ്മൾ കൊടുക്കാൻ. ഇപ്പൊ നമ്മൾ ചെയ്തതും അതല്ലേ. ഉണ്ണിയുടെ ആക്സിഡന്റ് കേസിൽ അഖിലും അറസ്റ്റ് ആവുമെന്ന് അവരും പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ. പക്ഷെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വിധത്തിൽ അഖിലിനെ അവര് പുറത്തേക്ക് കൊണ്ടുവന്നത് കണ്ടില്ല മാഡം. നമ്മൾ പരാജയപ്പെട്ടു. നടന്ന കാര്യത്തിൽ നമുക്ക് നല്ലതായി കിട്ടിയത് എന്തെന്ന് വെച്ചാ അവരുടെ കയ്യിൽ പിടിപെട്ട റൗഡി നമ്മുടെ പേര് പറഞ്ഞില്ല. യെസ്, ആ ഒരു നല്ല കാര്യമാണ് നടന്നത്. പക്ഷേ എന്ത് വന്നാലും നമ്മൾ ഫെയിൽ ആവാൻ പാടില്ല. വീണ്ടും വീണ്ടും അവരെ അറ്റാക്ക് ചെയ്തോണ്ടേയിരിക്കണം. ഇപ്രാവശ്യമെങ്കിലും ബുദ്ധിപൂർവ്വം ആലോചിച്ചൊരു പ്ലാൻ ചെയ്യണം. ഞാൻ എത്ര ശ്രമിച്ചിട്ടും എന്നെ കൊണ്ട് അവരെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഞാൻ നിങ്ങളുടെ ടാലന്റിനെ അംഗീകരിച്ച് നിങ്ങളുടെ കൂടെ ഉണ്ടാകും. അറ്റ്ലീസ്റ്റ് നിങ്ങളെങ്കിലും അത് ചെയ്താ ഞാൻ കൂടുതൽ സന്തോഷിക്കും. നമസ്കാരം മാഡം. എന്താ ലോയർ ഈ സമയത്ത് വന്നിരിക്കുന്നേ? കേസിനെ കുറിച്ചൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി വന്നതാ മാഡം. നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ണിയുടെ ഗാർഡിയനായിട്ടുള്ള വസുന്ധരയുടെ കയ്യൊപ്പ് വാങ്ങി ഉണ്ണിയെ നിങ്ങൾ ദത്തെടുക്കണം മാഡം. ആ ജോലി തന്നെയാണ് ഞാനും നോക്കുന്നത്. എത്രയും പെട്ടെന്ന് അത് തീർക്കണം. ആ ജോലി കുറച്ച് വേഗം ചെയ്യണം മാഡം. എത്രത്തോളം താമസിക്കുന്നോ അത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ആവും. ലീഗലായി കുറേ പ്രശ്നങ്ങളുണ്ടാവും. ആ കാര്യം എനിക്കറിയാം. ഞാൻ ലേറ്റ് ചെയ്യില്ല. വിചാരിച്ചത് കറക്റ്റ് ടൈമിൽ ഞാൻ കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ മാഡം. ഈ കാര്യം പറഞ്ഞിട്ട് പോകാനാണ് ഞാൻ വന്നത്. പോയിട്ട് വരാം മാഡം. ലോയർ പറഞ്ഞത് സത്യമാണ് മാഡം. നമ്മൾ എത്രയ്ക്ക് ലേറ്റ് ആകുന്നോ ഇഷ്യൂസ് അത്രയ്ക്കും വലുതായിക്കൊണ്ടിരിക്കും. പിന്നെ നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഫൈറ്റ് ചെയ്യും കാർത്തികേ. ഇത്രയും നാൾ വരെ ഞാൻ ഫെയിൽ ആയിട്ടേ ഇല്ല. പക്ഷെ അവിടെയുള്ളത് അഭിരാമും വസുന്ധരയുമാണ്. ഉണ്ണി ആക്സിഡന്റ് ആയതും അഖിലിനെ ജയിലിലാക്കിയതും നമ്മളാണെന്ന് അറിഞ്ഞാ ഫൈറ്റ് ചെയ്യാനായിട്ട് നമ്മൾ തന്നെ ഉണ്ടാകില്ല. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടത് വെറുതെ ആകും. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകില്ല. എന്റെ ഭർത്താവ് സമ്പാദിച്ച സ്വത്ത് മുഴുവൻ എനിക്ക് തന്നെ കിട്ടണം. അതിനുവേണ്ടി എത്ര ദൂരം വേണമെങ്കിലും ഞാൻ പോകും. എന്തു വേണമെങ്കിലും ചെയ്യും. മുമ്പോട്ട് പോകുമ്പോൾ നിനക്കറിയാൻ പറ്റും ഞാൻ ആരാണെന്ന്. അമ്മേ, ഞങ്ങൾക്കിന്ന് സ്കൂളില് ഗെയിംസ് നടത്താൻ പോവാ. അങ്ങനെ പറഞ്ഞ എന്താടാ കിട്ടു? കുട്ടികൾക്കിന്ന് സ്കൂളിലെ ആനുവൽ ഡേ ആണമ്മേ.
അമ്മയൊന്ന് സ്കൂളിൽ വരണം അമ്മേ. ഞാൻ പ്രൈസ് വാങ്ങുന്നത് അമ്മ കാണണം. ഉണ്ണി കൊടുത്തതുപോലെ ഞാൻ സ്പോർട്സിലൊക്കെ പേര് കൊടുത്തിട്ടുണ്ടമ്മേ. പ്രൈസ് എനിക്ക് തന്നെ കിട്ടും. ആ ഉണ്ണിച്ചക്ക നിൽക്കുമ്പോ നിനക്ക് എങ്ങനെയാടാ പ്രൈസ് കിട്ടുന്നത്? എല്ലാ പ്രൈസും ചേട്ടന് തന്നെ കിട്ടും അമ്മേ. ഏട്ടൻ നന്നായിട്ട് കളിക്കും അമ്മേ. എന്താ എന്റെ മോൻ കളിച്ചാലാവില്ലേ? പ്രൈസ് കിട്ടൂലെന്നാണോ? ആ ഉണ്ണിയെ തോൽപ്പിക്കുന്നതൊന്നും അത്ര എളുപ്പമല്ല. അവനാണ് പുലിയ. എന്തായിരുന്നാലും ശരി, കിട്ടു തന്നെ ജയിക്കണം. എന്താ ഉണ്ണി? ഇന്ന് സ്കൂളില് സ്പോർട്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. ഉണ്ണി നമ്മളോട് അങ്ങോട്ട് ചെല്ലാനാ പറയുന്നേ. ആ, ഓഫീസിലാണെങ്കിൽ ഒരുപാട് ജോലിയുണ്ട് വസുന്ധര. എനിക്കാണെങ്കിൽ വരാൻ പറ്റുമെന്ന് പോലും ഒരു ഉറപ്പില്ല. അതല്ല, ഞാൻ നോക്കിക്കോളാം അബി. നീ സ്കൂളിലേക്ക് പൊയ്ക്കോ. വേണ്ട ഏട്ടാ, പിന്നീട് അത് ഏട്ടനൊരു തലവേദനയാവും. ഇന്നാണെങ്കിൽ നമുക്ക് അഖിലിനെയും ഓഫീസിലേക്ക് കൊണ്ടുപോകാനുള്ളതാ. സാരമില്ല അച്ഛാ, അച്ഛൻ ഓഫീസിൽ പൊയ്ക്കോ. അമ്മയും വല്യമ്മയും സ്കൂളിലേക്ക് വന്നോളൂ. എനിക്കും സ്കൂളിലേക്ക് വരാൻ പറ്റില്ല ഉണ്ണി. മുത്തശ്ശിക്ക് ശരീരത്തിന് നല്ല സുഖമില്ല. അതുകൊണ്ട് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാവണം. എനിക്കിപ്പോ ഒന്നുമില്ല ഭാവനെ. ഉണ്ണി ഒരുപാട് ആഗ്രഹിക്കുന്നല്ലേ. നിങ്ങൾ സ്കൂളിലേക്ക് പോകും. സാരമില്ല അമ്മായി. അമ്മായിക്ക് ക്ഷീണം മാറിയിട്ടില്ല. ആരെങ്കിലും ഒരാൾ അടുത്തിരുന്ന് നോക്കണം. എന്നാ പിന്നെ അമ്മയുടെ കൂടെ ഞാൻ നിന്നോളാം. നിങ്ങളെല്ലാവരും സ്കൂളിലേക്ക് പൊക്കോ. നീ ഇന്ന് ഓഫീസിലേക്ക് വരണോടാ. ഹബീബ് പറഞ്ഞതേ ഉള്ളൂ. എല്ലാവരും ബിസി ആയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ അമ്മയും ചേട്ടനും ഞാനും കീർത്തിയും മാത്രം സ്കൂളിലേക്ക് പോവാം. ശരി. വേണമെങ്കിൽ ചേട്ടൻ കളിക്കുന്നത് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് അച്ഛൻ അയച്ചു തരാം. അത് കണ്ട് എൻജോയ് ചെയ്യേ. നോക്കു കുഞ്ഞമ്മേ, എന്റെ മകൻ എല്ലാ മത്സരത്തിലും ജയിക്കുന്നത് കണ്ടേ ഞാനും സന്തോഷിക്കണം. അപ്പോ എങ്ങനെങ്കിലും നമ്മൾ ആ ഉണ്ണിയെ തോൽപ്പിച്ചിരിക്കണം. മാത്രമല്ല ആ വസുവും അവന് കൂട്ടിനവിടെ കാണും. അങ്ങനെയെങ്കിലേ വസു ചേച്ചിയെ ഉണ്ണിയും ചേർത്ത് നമുക്ക് തോൽപ്പിക്കണം. ആ ആ ഉണ്ണി ചെറുക്കനെ തോൽപ്പിച്ചിട്ട് കിട്ടുവിനെ ജയിപ്പിക്കണം. എന്നെക്കാളും ഉണ്ണിക്കാ കൂടുതൽ മാർക്ക് കിട്ടിയത്. ഈ സ്പോർട്സിലെങ്കിലും എനിക്ക് അവനെ തോൽപ്പിച്ചേ പറ്റൂ അമ്മേ. ശരി, വാ, സ്കൂളിലേക്ക് പോയ സമയായി. വാടാ കിട്ടു. വാ. ഉണ്ണി, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു അച്ഛാ. അനു, കീർത്തി, ബൈ. നല്ലപോലെ മത്സരിക്കണം കേട്ടോ. അമ്മേ, പോയിട്ട് വരാം ഭാവനെ. കിട്ടുവിനെയും കൂട്ടി ഞാനും കുഞ്ഞമ്മയും കൂടെ സ്കൂളിലേക്ക് പോവാണേ. ശിവാനി വീട്ടിലിരുന്ന് അമ്മയെ നോക്കിക്കോളും. ശരി. കുട്ടികളെയും കൂട്ടി വസു സ്കൂളിലേക്കാ പോകുന്നേ. എല്ലാരും ഒരുമിച്ച് പോയേ. കിട്ടു, നീയും സ്പോർട്സിൽ എല്ലാത്തിലും പങ്കെടുക്കുന്നുണ്ടല്ലോ അല്ലേ? അതെ, പ്രൈസ് എനിക്ക് തന്നെയാ. അല്ല, പ്രൈസ് എന്റെ ഏട്ടനെ കിട്ടൂ. ഞാനാണ് ജയിക്കാൻ പോകുന്നത്. എന്റെ ഏട്ടൻ തന്നെ ജയിക്കും. ശരി, നോക്കാം. ഓൾ ദി ബെസ്റ്റ് കിട്ടു. താങ്ക് യു ചേച്ചി. ബൈ അമ്മൂമ്മേ. ബൈ ചേച്ചി. ബൈ മുത്തശ്ശി. ബൈ ചെറിയച്ഛ. ബൈ. ബൈ മുത്തശ്ശി. ബൈ ചെറിയമ്മ. ബൈ വല്യമ്മ. ബൈ. നമസ്കാരം മാഡം. നമസ്കാരം മാഡം. നമസ്കാരം. 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 ആ നമസ്കാരം മാഡം. നമസ്കാരം. നമസ്കാരം. നമസ്കാരം മാഡം. നമസ്കാരം സർ. അഭിരാം സർ വന്നില്ലേ മാഡം? വരില്ല മാം, ഓഫീസിൽ കുറച്ച് ജോലിയുണ്ട്. ഈ വർഷവും ഉണ്ണി തന്നെയാണ് സ്കൂൾ ഫസ്റ്റ്. താങ്ക് യു സർ. ഹായ് കിട്ടു. ഹായ് സീനു. നിന്റെ അമ്മയച്ഛൻ എവിടെ? ദേ വരുന്നുണ്ട്. അമ്മേ, ഇന്നലെ അവനാ എന്റെ ചോക്ലേറ്റ് മോഷ്ടിച്ചത്. നമുക്കും അങ്ങോട്ട് പോകാം അമ്മേ. ആ ശരി ശരി, വാ. മോനെ, അവിടെ നിന്നേ. നീ സ്കൂളിൽ പഠിക്കാനാണോ വരുന്നേ അതോ മോഷ്ടിക്കാനാണോ വരുന്നേ? ഏയ്, ആരാ നീ? എന്തിനാ മോനെ കള്ളനെന്ന് പറയുന്നേ? നിങ്ങളുടെ മോൻ എന്റെ മോന്റെ ചോക്ലേറ്റ് മോഷ്ടിച്ചു. എന്താ നിങ്ങൾ ഈ പറയുന്നേ? മോഷ്ടിക്കേണ്ട കാര്യമൊന്നും ഞങ്ങൾക്കില്ല. ഞങ്ങൾ കോടീശ്വരന്മാരാ. അത് ശരിയാ.
പറയുന്നത് കേട്ടാ കൊച്ചി രാജാവിന്റെ മോളല്ലേ? അമ്മ വേലി ചാടിയ മോ മതില് ചാടും. ഇവളാ വീട്ടിലെ ആഭരണങ്ങളെല്ലാം മോഷ്ടിക്കുന്നുണ്ട്. അതുപോലെ ഇവനും സ്കൂളിലെ പിള്ളേരുടെ ചോക്ലേറ്റുകളെല്ലാം മോഷ്ടിക്കുക. ദാ നോക്ക്, ഇനി ഒരു പ്രാവശ്യം എന്റെ മോനെ കള്ളനെന്ന് വിളിച്ചാലേ ഞാൻ വെറുതെ ഇരിക്കില്ല. എടാ കിട്ടു, കൂടെ പഠിക്കുന്ന പിള്ളേരുടെ ചോക്ലേറ്റ് മോഷ്ടിക്കുന്നത് തെറ്റാന്നറിയില്ലടാ. എന്താ കുഞ്ഞമ്മ നിങ്ങൾ വഴക്ക് പറയുന്നേ? കള്ളത്തരം ഞങ്ങളുടെ വീട്ടിൽ ആർക്കും തന്നെ ഇല്ല. അയ്യോ, ഡാ കിട്ടു, അവന്റെ ചോക്ലേറ്റ് നീ എടുത്തില്ലല്ലോ. എടുത്തില്ല അമ്മേ. ആ ഉണ്ണിയായിരിക്കും ഇവന്റെ ഇന്ന് ചോക്ലേറ്റ് മോഷ്ടിച്ചത്. എന്നിട്ട് എന്റെ പേര് പറഞ്ഞതായിരിക്കും. ആ ഉണ്ണിക്ക് വേറെ ജോലിയൊന്നുമില്ല. എപ്പോഴും നിന്നെ കുറ്റപ്പെടുത്താനേ സമയമുള്ളൂ. എന്റെ പൊന്നു, അമ്മയും മോനും രണ്ടുപേരും കണക്കാ. ഈ മത്സരത്തിൽ ഉണ്ണിയെ ജയിക്കുള്ളൂടാ. അതിലൊരു സംശയമില്ലടാ. നടക്കാൻ പോകുന്ന എല്ലാ ഗെയിംസിലും ഉണ്ണി തന്നെയായിരിക്കും ഫസ്റ്റ്. നീ അത് കേട്ടോടാ കിട്ടു? ഉണ്ണിയെ തോൽപ്പിക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ലെന്ന്. എത്ര കഷ്ടമാണെങ്കിലും എന്റെ മകൻ തന്നെ ജയിക്കണം കുഞ്ഞമ്മേ. എല്ലാ പ്രൈസും എന്റെ കിട്ടുവിന് തന്നെ കിട്ടണം. അതെ അമ്മേ, എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് ജയിപ്പിക്കും. അതിനല്ലേടാ ഞങ്ങൾ വന്നിരിക്കുന്നത്. ഉണ്ണിയെ അവന്റെ അമ്മയെ തോൽപ്പിച്ച് നിന്നെ ഞങ്ങൾ ജയിപ്പിച്ചിരിക്കും. നീ വന്നേ വന്നേ വന്നേ. നിങ്ങൾ എന്തെങ്കിലും ചെയ്യൂന്ന് വിചാരിച്ചു മാഡം. പക്ഷെ നിങ്ങളുടെ പ്ലാനും ഫെയിലിയർ ആയല്ലോ. മാഡം എന്നെ പോലെ ഫെയിലിയർ ആയിരിക്കുക. നീ എന്നെ അത്രയും കുറച്ച് കാണരുത് കാർത്തികേ. എന്നെ കുറിച്ച് നിനക്കറിയില്ല. എനിക്ക് അഭിയേട്ടനെയും വസുവേട്ടത്തെയും പറ്റി നന്നായിട്ട് അറിയാം മാഡം. നിങ്ങളാണ് അവരെ കുറച്ച് കണ്ടോണ്ടിരിക്കുന്നത്. നിങ്ങളും അവരുടെ അടുത്ത് തോറ്റുപോകും. ഞാൻ തോക്കില്ല. എത്ര തോറ്റുപോയാലും അവസാനം ജയിക്കുന്നത് ഞാനായിരിക്കും. ഞാനും നിങ്ങളെപ്പോലെ വിചാരിച്ച് ഇത്രയും നാൾ അവരുമായിട്ട് ഫൈറ്റ് ചെയ്ത് നോക്കി. അവസാനം തോറ്റുപോയി ഉടുതുണിയോടെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നു. നീയും ഞാനും ബോത്ത് ആർ നോട്ട് സെയിം. നീ വേറെ, ഞാൻ വേറെ. നമ്മൾ രണ്ടുപേരും ആ ഡിഫറൻസ് അറിയണമെങ്കിൽ നിങ്ങൾ ബോംബ് പോലെ ഒരു പ്ലാൻ ആലോചിക്കണം. ബോംബ് പോലെയല്ല, ബോംബ് വെക്കുന്ന പ്ലാനാ ആലോചിച്ചിരിക്കുന്നത്. നമസ്കാരം മാഡം. ഞാൻ ചോദിച്ചത് കൊണ്ടുവന്നിട്ടുണ്ടോ? കൊണ്ടുവന്നിട്ടുണ്ട് മാഡം. ഇതാണ്. ഈ ബോംബ് പവർഫുൾ ആണല്ലോ. ഇത് വളരെ പവർഫുൾ ആണ് മാഡം. ഇത് പൊട്ടിത്തെറിക്കുന്ന സ്ഥലത്ത് ഒന്നും ബാക്കിയുണ്ടാവില്ല. വെരി ഗുഡ്. നിങ്ങൾക്ക് പോകാം. താങ്ക് യു മാഡം. എന്തിനാ ബോംബ് വരുത്തിയത്? നീയല്ലേ ഇപ്പോ ബോംബ് പോലൊരു ഐഡിയ പറയാൻ പറഞ്ഞ എന്നോട്. നീ പറയുന്നതിന് മുമ്പേ ഞാൻ ഈ ബോംബ് ഓർഡർ ചെയ്തു. ഈ ബോംബ് എവിടെയാണ് വെക്കാൻ പോകുന്നത് മാഡം? സംസ്കൃതി ഈവന്റ്സ് ഓഫീസിൽ. അവിടെ എന്തിനാ? അഭിരാമിന്റെ എല്ലാ സ്വത്തുക്കളും മാനവും അഭിമാനവും ഒരുമിച്ച് തകർക്കാൻ. ഈ ബോംബ് പൊട്ടി ഓഫീസ് ചിന്ന ഭിന്നമാകും. സംസ്കൃതി ഈവന്റ്സില് ആർക്കും അറിയാതെ എക്സ്പ്ലോസീവ് വിൽക്കുന്നു എന്ന് പോലീസിനെ അറിയിക്കും. അതിനുശേഷം അവരുടെ ഈവന്റ്സ് ലൈസൻസ് ക്യാൻസൽ ആവും. കമ്പനിക്ക് ചീത്തപ്പേരുണ്ടാക്കി അടച്ചിടേണ്ടി വരും. അതിനുശേഷം അഭിരാമിന്റെ വരുമാനം നിന്നുപോകും. അതുകൊണ്ട് നമുക്കെന്ത് ലാഭമാ കിട്ടുന്നേ? ഇൻകം ഒന്നും ഇല്ലെങ്കിൽ ആ ഫാമിലി നടു റോഡിൽ വന്ന് നിൽക്കും. അപ്പൊ ഞാൻ ആ ഫാമിലിയെ ഹെൽപ്പ് ചെയ്യും. അത് മുതലെടുത്ത് ഞാൻ ഉണ്ണിയെ ദത്ത് ചോദിക്കും. അതിനുശേഷം സ്വത്തും സ്വന്തമാക്കും. എക്സലന്റ് ഐഡിയ മാഡം. ഇതെങ്കിലും സക്സസ് ആകണം. അത് നിന്റെ കയ്യിലായിരിക്കുന്നേ. ഞാൻ എന്താ ചെയ്യണ്ടേ മാഡം? ഈ ബോംബ് സംസ്കൃതി ഈവന്റ്സിന്റെ ഓഫീസില് നീയാ വയ്ക്കാൻ പോകുന്നേ. ഞാനോ? നീ തന്നെ ചെയ്യണം. നിന്റെ കൈകൊണ്ട് ആ കമ്പനിയെ നശിപ്പിക്കുന്നതിന്റെ ചുമതല നീ തന്നെ ഏറ്റെടുക്കണം.